ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. സാധന ദ സനാതനി ഇൻസൈഡ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കഥ ഒരു ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിലുള്ള ഒരു കഥയാണ്. മണൽത്തിട്ടയിലെ കാൽപ്പാടുകൾ. ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരിടത്ത് ഒരു വളരെ പണക്കാരനായ ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പക്കാരനായ യങ്സ്റ്ററായ ഒരു മകനും. പിതാവിൻ്റെ സമ്പത്തിൽ മതിമറന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. സുഹൃത്ത് വലയങ്ങളിലും ആ, മദ്യത്തിലും മുഴുകി ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടം. സമ്പത്തുള്ള അച്ഛൻ്റെ സമ്പത്തിൽ ആ, പൊടിച്ചുകൊണ്ടുള്ള ജീവിതം. കൂട്ടുകാരുടെ ഇടയിലെ ഒരു വലിയ ഹീറോ ആയിട്ടുള്ള ജീവിതം. അങ്ങനെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, അച്ഛൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ, നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. പക്ഷെ ഇവനൊരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. എത്രയൊക്കെ മദ്യത്തിൽ മുങ്ങി ജീവിച്ചാലും അവൻ ആഴ്ചയിൽ ഒരു ദിവസം ഒറ്റയ്ക്ക് കടൽ തീരത്തുകൂടെ ഇങ്ങനെ നടക്കാൻ പോകും. അന്ന് ഈ മദ്യലഹരിയിൽ ആടി ഒറ്റയ്ക്ക് പാട്ടും പാടി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അവൻ വിൽക്കുന്ന കാൽപ്പാടുകൾക്ക് പുറകിലായിട്ട് വേറൊരു കാൽപ്പാടും കൂടി പ്രത്യക്ഷപ്പെടുന്നു. ചെറുപ്പമല്ലേ, ഭൂതമാണെങ്കിൽ ഭൂതം എന്നെ പിന്തുടർന്നോ എന്നുള്ള ഒരു മനസ്ഥിതിയും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നുപോയി. പക്ഷെ അധികം നാളിത് മുന്നോട്ട് പോയില്ല. പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ മരണമുണ്ടായത്. അച്ഛൻ്റെ മരണത്തിന് ശേഷം പിടിപ്പുകേടുള്ള ഈ ചെറുപ്പക്കാരൻ സമ്പത്ത് മുഴുവൻ ഓരോന്നോരോന്നായി വിറ്റ് നശിപ്പിച്ച് കൂട്ടുകാർക്കും മദ്യത്തിനും മദിരാശിക്കും വേണ്ടി അത് മുഴുവൻ സ്പെൻഡ് ചെയ്തു. ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ പാപ്പരായി എന്ന് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കുന്നത്. പൈസയില്ലാത്ത, പണമില്ലാത്ത, പാവപ്പെട്ടവനായ ഈ ചെറുപ്പക്കാരനെ സ്നേഹിക്കുവാനായിട്ടോ സുഹൃത്തുക്കൾ ആ, തയ്യാറായില്ല. ഒരിട്ട് മദ്യം വാങ്ങിച്ചു കൊടുക്കാനോ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ, ഒരിത്തിരി നേരം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുവാനോ കൂട്ടുകാർ തയ്യാറായില്ല. ഒറ്റപ്പെട്ടു പോയി. കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി പരാജയം എന്ത്, സമ്പത്തില്ലായ്മ എന്ത്, സ്ഥാനമാനങ്ങളില്ലായ്മ എന്ത്, മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലുള്ള ബഹുമാനം എങ്ങനെ ഇല്ലാതാകും, പെട്ടെന്ന് എങ്ങനെ ഒറ്റപ്പെടും, ആളുകൾ നിങ്ങളെ പുറന്തള്ളുന്നത് എങ്ങനെ എന്ന് ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കാൻ തുടങ്ങി. ആത്മഹത്യയെക്കുറിച്ച് പോലും ഇദ്ദേഹം ചിന്തിച്ചു. പക്ഷേ അന്നും പഴയ ആ സ്വഭാവമായ കടൽ തീരത്ത് ഒറ്റയ്ക്ക് നടക്കുന്ന ഈ സ്വഭാവം അദ്ദേഹം കൈവിടിഞ്ഞില്ല. ഒറ്റയ്ക്ക് ദുഃഖത്തോടുകൂടി ഈ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ അദ്ദേഹം അന്ന് മനസ്സിലാക്കി, ഇദ്ദേഹത്തെ കൂട്ടുകാർ മാത്രമല്ല, പണ്ട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരുന്ന ഈ കാൽപ്പാടുകളും ഇന്ന് പ്രത്യക്ഷമായി. മോശം സമയത്ത് ഭൂതം പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ നടന്നു നീങ്ങി. പക്ഷേ ആത്മഹത്യക്ക് മുതിരാനോ, സ്വന്തം പരാജയം, ഇനി എൻ്റെ ജീവിതം ഈ പരാജയപ്പെട്ടവനെ പോലെ ജീവിക്കണമെന്നുള്ള തീരുമാനത്തിലോ ഈ ചെറുപ്പക്കാരൻ എത്തിയില്ല. അത്യധ്വാനം ചെയ്ത് അച്ഛൻ ഉണ്ടാക്കിയിരുന്നതിനേക്കാൾ മുൻപന്തിയിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഈ ചെറുപ്പക്കാരൻ വരികയും ശ്രേഷ്ഠമായൊരു കുടുംബത്തിൽ നിന്ന് വിവാഹവും നല്ല കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. ഒരു നല്ല മനുഷ്യനായി സമൂഹത്തിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചവരെ പോലും വേദനിപ്പിക്കാതെ അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയും സ്വന്തം കുടുംബത്തിന് വേണ്ടിയും നല്ല രീതിയിൽ ജീവിച്ചു. അനിവാര്യമായ പ്രായാധിക്യം മൂലം അദ്ദേഹം മരണപ്പെട്ടു. മരണത്തിന് ശേഷം മാലാഖമാർ അദ്ദേഹത്തെ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചു. ദൈവം പറഞ്ഞു, മകനെ, നീ നല്ലവനായി ഭൂമിയിൽ ജീവിച്ചവനാണ്, സ്വർഗത്തിലേക്ക് പൊക്കോളൂ. ഈ മനുഷ്യൻ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ, എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം എന്ന് പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാൻ ഈ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ എൻ്റെ കാൽപ്പാടുകൾ ഞാൻ വെക്കുന്നതിൻ്റെ പുറകിലായിട്ട് വേറൊരു കാൽപ്പാട് കൂടി വരുമായിരുന്നു. ആ കാൽപ്പാടുകൾ പിന്നെ എൻ്റെ യങ്ങർ ഏജ് കഴിഞ്ഞ് എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം വന്നതിന് ശേഷം, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ വളരെയധികം ദുഃഖം അനുഭവിച്ചിരുന്ന സമയത്ത് തുടങ്ങി. പിന്നെ ഞാനത് കണ്ടിട്ടില്ല. അതെന്താണത്? എനിക്ക് ഈ സംശയം എൻ്റെ ചെറുപ്പം നാളോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? ദൈവം പറഞ്ഞു, നീ സംശയിക്കണ്ട. നിന്റെ ചെറുപ്പനാളിൽ നിന്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത്, നിനക്ക് സമ്പത്തുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നീ കണ്ട ആ കാൽപ്പാടുകൾ എൻ്റെ കാൽപ്പാടാണ്. ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഒരാളോട് ചൂടാവുകയാണ്. ദൈവത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു ദൈവമാണ്!
എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ട സമയത്ത് എന്നെ ഇട്ടിട്ട് പോയ എൻ്റെ കൂട്ടുകാരന്മാരെക്കാൾ മോശമാണ് നിങ്ങൾ. എൻ്റെ സമ്പത്ത് ഇല്ലാതായ സമയത്ത് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനോട് തർക്കിക്കുകയായിരുന്നു ഈ മനുഷ്യൻ. എല്ലാം കേട്ടുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ദൈവം പറഞ്ഞു, മോനെ, നീ തെറ്റിദ്ധരിക്കരുത്. നിന്റെ മോശം സമയത്ത് നീ കണ്ട കാൽപ്പാടുകൾ അത് നിന്റെ കാൽപ്പാടല്ല, അത് എൻ്റെ കാൽപ്പാടാണ്. ഞാൻ നിന്നെ എൻ്റെ 2 കൈകളിൽ എടുത്തിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. നിന്റെ നല്ല സമയത്ത് നിന്നെ ഞാൻ വെറുതെ ഫോളോ ചെയ്യുകയായിരുന്നു. നിനക്ക് മോശം സമയം വന്നപ്പോൾ എൻ്റെ ഈ 2 കൈകളിൽ ഞാൻ നിന്നെ എടുത്തിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ കണ്ണുനീരോടുകൂടി ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ കാൽപ്പാട്ടിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുറയിൽ എന്താന്ന് വെച്ചാൽ, ചില സമയത്ത് നമുക്ക് വളരെയധികം തിരിച്ചടികൾ ജീവിതത്തിലുണ്ടാകും. നമ്മളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ദൈവം നമ്മളെ കൈവിട്ട് കളഞ്ഞു എന്ന് തോന്നും. പക്ഷേ നമ്മൾ സ്വയം വിശ്വസിക്കുക, അവനവനിൽ വിശ്വസിക്കുക, വർക്ക് ചെയ്യുക. മുന്നോട്ട് എന്തായാലും വരും. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം, നമ്മൾ വിശ്വസിക്കുന്ന ചൈതന്യം, ആ ഭഗവത് സങ്കല്പം നമ്മളെ എന്നും സംരക്ഷിക്കും. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് 5 seconds view.